ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2022 പുറത്തിറങ്ങിയ മാ ജമാ എന്ന ഹിന്ദി സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഒരു ഭാര്യയ്ക്ക് ഒരു സത്യം തന്റെ ഭർത്താവിൽ നിന്നും 2-3 മാസം മറച്ചു വയ്ക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഇവിടെ 25 വർഷമായി ഒരു വലിയ സത്യം മറച്ചുവെച്ച് തന്റെ ഭർത്താവിനൊപ്പം ഒരു സ്ത്രീ കുടുംബമായി ജീവിക്കുകയാണ്. ഇത്രയൊക്കെ ആയിട്ടും യാതൊരു ഇഷ്ടവുമില്ലാതെ തന്റെ ഭർത്താവിനൊപ്പം ജീവിച്ച് 2 കുട്ടികൾക്ക് ജന്മം നൽകി വളരെ മാന്യമായ ഒരു ചുറ്റുപാടിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോകുന്നതിനിടയിലാണ് ആ ഭാര്യയുടെയും ഭർത്താവിന്റെയും മകന്റെ വിവാഹം നിശ്ചയപ്പെടുന്നത്. അതിലൂടെയാണ് ആ വലിയ സത്യം പുറത്തു വരുന്നത്. അതെന്ത് സത്യമാണ്, അതിനുശേഷം അവിടെ എന്തൊക്കെ ഡ്രാമകളാണ് നടക്കുന്നത്, കാത്തിരിക്കുന്ന ആ വലിയ ട്വിസ്റ്റ് എന്താണ് എന്നൊക്കെയാണ് ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കറിയിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും വൈകാതെ സിനിമയിലേക്ക് കടക്കാം. ഈ കഥ അമേരിക്കയിൽ നടക്കുന്നതായിട്ടാണ് തുടങ്ങുന്നത്. തുടക്കത്തിൽ തന്നെ തേജസ് എന്നൊരു പയ്യനെയാണ് കാണിക്കുന്നത്. ആ പയ്യൻ തന്റെ അമ്മയുമായി വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പയ്യന്റെ അമ്മയാണ് നമ്മുടെ സിനിമയിലെ നായികയായ പല്ലവി. അവരിപ്പോ ഇന്ത്യയിലാണുള്ളത്. നമ്മുടെ തേജസ് അമേരിക്കയിൽ ജോലി ചെയ്യാണ്. അങ്ങനെ അവിടെ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണെന്നും ആ കുട്ടി വലിയൊരു പണക്കാരിയാണെന്നും അവൻ പറയുന്നുണ്ട്. ആ കുട്ടിയുടെ അച്ഛൻ എന്നെ കാണാനായി വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ എനിക്ക് എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഏത് ഡ്രസ്സ് ധരിക്കണം എന്നൊക്കെയാണ് അവൻ അമ്മയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മയും മകന്റെ പ്രണയം മനസ്സിലാക്കി അവനൊരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ആ ഡ്രസ്സും ധരിച്ച് വീഡിയോ കോളിലൂടെ തന്നെ അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം എല്ലാം വാങ്ങിയിട്ടാണ് തേജസ് ഇറങ്ങുന്നത്. കട്ട് ചെയ്താൽ തേജസ് ആദ്യം തന്റെ കാമുകിയായ ആ പെൺകുട്ടിയോട് വന്ന് സംസാരിക്കുന്നു. നമ്മൾ ഈ അവസ്ഥയിലെത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നീ എങ്ങനെയെങ്കിലും അച്ഛനെ ഇംപ്രസ് ചെയ്ത് എന്നെ വിവാഹം കഴിക്കണം. അച്ഛൻ നിനക്ക് ടെസ്റ്റ് ഒക്കെ വെക്കും, എല്ലാ ടെസ്റ്റിലും നീ പാസ്സാവണം, ഓക്കെ എന്നവൾ ചോദിക്കുമ്പോൾ താൻ എല്ലാ ടെസ്റ്റിനും റെഡിയാണെന്ന് പറഞ്ഞ് അവൻ അവൾക്ക് സത്യം ചെയ്തു കൊടുക്കുന്നു. തുടർന്ന് അവൻ ആ പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയും വന്ന് കാണുകയാണ്. സാധാരണയായി ലോകത്ത് പ്രണയിക്കുന്നവർ വീട്ടിൽ വന്ന് കണ്ടാൽ സംസാരിക്കല്ലേ പതിവ്. എന്നാൽ ഇവിടെ വളരെ വ്യത്യസ്തമായി ഈ പയ്യൻ സത്യം മാത്രമാണോ പറയുന്നത് അതോ നുണ പറയാണോ എന്ന് കണ്ടുപിടിക്കാൻ അവന്റെ കയ്യിൽ ഒരു യന്ത്രമെല്ലാം ഘടിപ്പിച്ച് ആ യന്ത്രം വെച്ച് അവളുടെ അച്ഛനും അമ്മയും ടെസ്റ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ തേജസ് ഉണ്ടല്ലോ, അവൻ എന്തെങ്കിലും നുണ പറഞ്ഞാൽ അവിടെ എല്ലാവരുടെയും മുന്നിൽ കുടുങ്ങും. യന്ത്രം അത് ഒറ്റി കൊടുക്കും. ശരിക്കും ഇത്തരം യന്ത്രങ്ങളൊക്കെ വലിയ വലിയ കുറ്റവാളികൾ സത്യമാണോ കള്ളാണോ പറയുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതെടുത്തു കൊണ്ടുവന്ന സ്വന്തം മകളെ ചോദിച്ചു വന്ന പയ്യനെ ടെസ്റ്റ് ചെയ്യാനാണ് ആ അച്ഛനും അമ്മയും ഉപയോഗിക്കുന്നത്. ആ പെൺകുട്ടിയുടെ അച്ഛന്റെ പേര് ബോബ് എന്നാണ്, അമ്മയുടെ പേര് പാം. ആ ബോബ് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടാലും ഒരടിമയെ പോലെയാണ് അയാളുടെ ഭാര്യയായ ഈ പാം പെരുമാറുന്നത്. ഇപ്പൊ ബോബ് മാത്രം ആ റൂമിൽ തനിച്ചു നിന്ന് നമ്മുടെ തേജസിന് ഒരുപാട് ടെസ്റ്റുകൾ നൽകുന്നു. അങ്ങനെ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം വളരെ തുറന്നു തന്നെ നമ്മുടെ തേജസ് മറുപടി പറയുകയും അതിലെല്ലാം സത്യസന്ധത തെളിയിക്കുകയും ചെയ്തതോടെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് തേജസിനെ വലിയ ഇഷ്ടമാവുന്നു. പ്രധാനമായിട്ടും തേജസ് വെജിറ്റേറിയൻ മാത്രമാണ് കഴിക്കുന്നത്. ഇതൊരു ട്രഡീഷണൽ ആയ ഇന്ത്യൻ കുടുംബമാണെന്ന് അറിഞ്ഞ ഉടനെ ഞങ്ങളുടെ മകളെ ഒരു ട്രഡീഷണൽ ആയ ഇന്ത്യൻ കുടുംബത്തിന് നൽകാൻ ഞങ്ങൾ എത്ര കാലമായി കാത്തിരിക്കുകയായിരുന്നു. നീ ദരിദ്രനാണെങ്കിലും പണക്കാരനാണെങ്കിലും നല്ല സ്വഭാവമുള്ളവനാണ്, അതുകൊണ്ട് എനിക്ക് സമ്മതമാണ് എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല എത്രയും പെട്ടെന്ന് വിവാഹ നിശ്ചയം നടത്താനായി ഞങ്ങൾ മകളോടൊപ്പം ഇന്ത്യയിലേക്ക് വരികയാണെന്നും അവർ പറയുന്നു. കട്ട് ചെയ്താൽ പിന്നെ ഇന്ത്യയാണ് കാണിക്കുന്നത്. അവിടെ മനോഹരമായ ഒരു ഗ്രാമം. അവിടെയാണ് നമ്മുടെ തേജസിന്റെ അമ്മയായ നായിക പല്ലവിയെ കാണിക്കുന്നത്. നമ്മുടെ പല്ലവി വളരെ നന്നായി നൃത്തം ചെയ്യുന്ന ആളാണ്. അവൾ ആ പ്രദേശത്തുള്ള സ്ത്രീകൾക്കെല്ലാം നൃത്തം പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ചിലർക്ക് ശരിക്കും നൃത്തം ചെയ്യാൻ അറിയില്ലെങ്കിലും അവരെ കൊണ്ടുപോലും നമ്മുടെ പല്ലവി ഡാൻസ് കളിപ്പിക്കും. കട്ട് ചെയ്താൽ ഇപ്പോൾ നമ്മുടെ പല്ലവിയുടെ ഭർത്താവായ മനോഹർ എന്നൊരാളെ കാണിക്കുന്നു. ഈ മനോഹർ എങ്ങനെയുള്ള ആളാണെന്ന് വെച്ചാൽ ആ പ്രദേശത്തെ പ്രസിഡന്റ് ആണ്. അവിടെ എന്ത് നടക്കണമെങ്കിലും അദ്ദേഹം തീരുമാനിച്ച് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ അവിടെ നടക്കൂ. അത്രയ്ക്ക് സ്വാധീനമുള്ള അദ്ദേഹത്തിന് ആ ഏരിയയിൽ ഒരു ചെറിയ ഫ്ലെക്സ് ബോർഡ് പോലും വെച്ചിട്ടുണ്ട്. അതേ സ്ഥലത്ത് ചില യുവാക്കളുണ്ട്. ഈ യുവാക്കൾ ഇപ്പോൾ നോക്കിയാലും നമ്മുടെ മനോഹറിനോട് വഴക്കിട്ടുകൊണ്ടിരിക്കും. എന്താ എത്ര നാളായി നിങ്ങൾ തന്നെ ഈ വയസ്സാങ്കാലത്തും ഇവിടുത്തെ പ്രസിഡന്റ് ആയിരിക്കുന്നത്? എന്താ ഞങ്ങൾക്കൊന്നും ഇവിടെ വരാൻ പാടില്ലേ? ഞങ്ങൾക്ക് പ്രസിഡന്റ് ആയിക്കൂടെ എന്നൊക്കെ ചോദിച്ച് ആ യുവാക്കൾക്ക് ഇദ്ദേഹത്തോട് ഒരു വലിയ ദേഷ്യമുണ്ട്. അതുകൊണ്ട് എപ്പോൾ കണ്ടാലും വഴക്കിടുകയും എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ. കട്ട് ചെയ്താൽ ഇപ്പോൾ നമ്മുടെ തേജസ് ഉണ്ടല്ലോ, അവൻ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയാണ്. തന്റെ അമ്മയുടെ അടുത്ത് വന്ന്, അമ്മ എല്ലാവരും റെഡിയല്ലേ? കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അമ്മായച്ചനും കുടുംബവും എയർപോർട്ടിൽ വരും. വീടൊക്കെ നന്നായി അലങ്കരിക്കണം, അവരോട് നന്നായി സംസാരിക്കണം, അവരൊക്കെ അമേരിക്കയിൽ വലിയ ആളുകളാണ് കേട്ടോ എന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തേജസേ, നീ അത്രയ്ക്ക് ടെൻഷൻ അടിക്കാതെ, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് നായിക പറയുന്നുണ്ട്. മറുവശത്ത് തേജസിന്റെ അനിയത്തിയായ താര എന്നൊരു പെൺകുട്ടിയെ കാണിക്കുന്നു. സത്യത്തിൽ താര ഫെമിനിസം സംസാരിക്കുന്നവളാണ്. അതുമാത്രമല്ല സാമൂഹിക വിഷയങ്ങളെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നവളാണ്. അവരുടെ നാട്ടിൽ ഈ LGBTQ കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടല്ലോ, അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവളാണ് അവൾ. അവരെ ആരെങ്കിലും മോശമായി സംസാരിച്ചാൽ അവരോട് വഴക്കിടാൻ പോലും അവൾ മടിക്കില്ല. അങ്ങനെ വളരെ ദേഷ്യക്കാരിയായ ധൈര്യമുള്ള ഒരു പെൺകുട്ടിയാണ് ഈ താര.
ഇപ്പോൾ തേജസ് അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. വരുമ്പോൾ അച്ഛൻ മനോഹർ ഹാളിൽ തന്നെ കിടന്നുറങ്ങാണ്. അച്ഛാ, എന്താ ഈ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്? വീട് നോക്ക്, എന്താ അലങ്കോലമായിട്ടാണ് കിടക്കുന്നതെന്ന്. കുറച്ചു കഴിഞ്ഞാൽ അവര് വരും, എല്ലാം ഒന്ന് അലങ്കരിച്ച് വെക്കാച്ചാ. എന്താ അച്ഛൻ ഇങ്ങനെ മനസ്സിലാക്കാത്തത് എന്നൊക്കെ പറഞ്ഞ തേജസ് വീട്ടിലുള്ള അച്ഛനെയും അമ്മയും മുഴുവൻ പ്രഷർ എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ കാറ് ബുക്ക് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ബുക്ക് ചെയ്തല്ലോ മോനെ എന്ന് മറുപടി. ഏത് കാറാണ് ബുക്ക് ചെയ്തത്? BMW ആണോ? അല്ലടാ, ഒരു സാധാരണ ടാക്സിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അയ്യോ അച്ഛാ, അവര് ലക്ഷറി കാറിലേ വരൂ എന്ന് പറഞ്ഞപ്പോൾ അവർക്കായി അവനൊരു BMW കാർ ബുക്ക് ചെയ്യുന്നു. അങ്ങനെ തേജസ് കാണിക്കുന്ന പ്രകടനങ്ങളെല്ലാം അനിയത്തിയായ താര കാണുന്നുണ്ട്. എടാ, അമേരിക്കയിൽ നിന്ന് വന്ന് ഇവിടെയും അമേരിക്കയെ പോലെ ജീവിക്കാൻ നോക്കരുത് എന്ന് അവള് ദേഷ്യപ്പെടുമ്പോ, നീ ഇപ്പൊ എവിടെ പോയിട്ട് വരാ? എന്തോ സമരം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ പെണ്ണും സ്നേഹിക്കുന്നവർക്കും ആണും സ്നേഹിക്കുന്നവർക്കും സപ്പോർട്ട് ചെയ്ത് വരികയല്ലേ? നീയാണ് വളരെ ചീപ്പ് എന്ന് അവൻ പറയാണ്. എന്താണ് അങ്ങനെ സ്നേഹിച്ച എന്താ തെറ്റ്? ആവശ്യമില്ലാതെ അവരെ കുറിച്ച് തെറ്റായി സംസാരിക്കരുത് എന്ന് പറഞ്ഞ് അവള് വഴക്കിടുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ അവിടെയുള്ള നായിക പല്ലവിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. മക്കളെ തടുത്തു നിർത്തി അവൻ അമേരിക്കയിൽ നിന്നാണ് വന്നിരിക്കുന്നത്, എന്തിനാ അവനുമായി വഴക്കിടുന്നത്, മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് മകളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ മകൾക്ക് ദേഷ്യം വരാണ്. രാത്രിയിൽ അമ്മയുടെ അടുത്ത് വന്നിട്ട്, അമ്മ, അവൻ പറഞ്ഞത് അമ്മയ്ക്ക് തെറ്റായി തോന്നിയില്ല, ഞാൻ പറഞ്ഞതാണോ അമ്മയ്ക്ക് തെറ്റായി തോന്നുന്നത്? എന്നെയാണോ അമ്മ കുറ്റം പറയുന്നത്? എന്താ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ പാടില്ലേ? അവർക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലേ? ശരി അമ്മ, ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചാൽ നിങ്ങൾ അംഗീകരിക്കില്ലേ? ഉത്തരം പറ അമ്മ, ഉത്തരം പറ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ നായികയ്ക്ക് ഒരു ഘട്ടത്തിൽ ഭയങ്കരമായി ദേഷ്യം വരാണ്. മിണ്ടാതെ പോ എന്നവർ പറയുന്നുണ്ട്. പക്ഷെ ഉത്തരം പറയാതെ ഇവിടെ നിന്ന് പോകാൻ പാടില്ല അമ്മേ. അമ്മ എന്നെ അത്രത്തോളം സാമൂഹിക ബോധത്തോടെയാണ് വളർത്തിയതെന്ന് എനിക്ക് അറിഞ്ഞേ മതിയാവും എന്ന് ചോദിക്കുമ്പോഴാണ് പല്ലവി ആ വലിയ സത്യം തുറന്നു പറയുന്നത്. ഞാനൊരു ലെസ്ബിയനാണ്, എനിക്കും പെൺകുട്ടികളെയാണ് ഇഷ്ടം എന്നവർ തന്നെ പറയാണ്. ഇത് കേട്ട ഉടനെ മകൾക്ക് വല്ലാത്തൊരവസ്ഥയാവുന്നു. ഒന്നും മിണ്ടാതെ അവൾ ആ റൂമിൽ നിന്നും പുറത്തേക്ക് പോവാണ്. അപ്പോഴാണ് നായിക പല്ലവി 25 വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് താൻ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിരുന്ന കാര്യം ഓർത്തു നോക്കുന്നത്. കട്ട് ചെയ്താൽ ഇവരൊക്കെ എയർപോർട്ടിലേക്ക് വരാണ്. അങ്ങനെ അവിടെ വരുന്ന ആ അതിഥികളായ അമേരിക്കൻ ബന്ധുക്കളെ സ്വീകരിക്കാനാണ് വന്നു നിൽക്കുന്നത്. ആ ബോബും പാമും അവരുടെ മകളോടൊപ്പം അവിടേക്ക് വരികയാണ്. സ്വന്തം അച്ഛനെയും അമ്മയും പോലും ശ്രദ്ധിക്കാതെ ഈ തേജസ് നേരെ അവരച്ഛ അമ്മേ എന്ന് വിളിക്കുകയാണ്. നിങ്ങൾക്കായി ഒരു കിടിലൻ കാർ റെഡിയാക്കിയിട്ടുണ്ട്, ഇതിൽ കയറ് എന്ന് പറഞ്ഞ് അവരുടെ ലഗേജ് എല്ലാം കയറ്റി ആ കാറിൽ അവിടെ നിന്നും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. തന്റെ കാമുകിയെ ഒരു സ്കൂട്ടറിലാണ് തേജസ് കൊണ്ടുപോകുന്നത്. പല്ലവിയും അവരെല്ലാവരും ആരതി ഒഴിഞ്ഞ് സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ദൂരെ നിന്ന് നാട്ടുകാരും പ്രധാനമായും അവിടുത്തെ യുവാക്കളും കണ്ടിട്ട് കുട്ടി കൊള്ളാലോടാ എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അങ്ങനെ ബോബും പാമും വീട്ടിനുള്ളിലേക്ക് വരുന്നു. പാം എപ്പോഴും തന്റെ ഭർത്താവിനെ പുകഴ്ത്തി സംസാരിക്കാറാണ് പതിവ്. അവിടെ മനോഹറിനോടും, എന്റെ ഭർത്താവ് സാധാരണക്കാരനല്ല, ഇപ്പൊ പോലും ഈ വിവാഹ നിശ്ചയം നല്ല രീതിയിൽ നടക്കണമെന്ന് പറഞ്ഞ് ട്രംപ് വരെ അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ അദ്ദേഹം വലിയ ആളാണ്, വരാൻ പോകുന്ന മേയർ ഇലക്ഷനിൽ പോലും നിൽക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് മനോഹർ ചുമ്മാതിരിക്കോ, ഞാൻ ഈ ഏരിയയിലെ പ്രസിഡന്റ് ഇലക്ഷനിൽ നിന്ന് ജയിച്ചതാണ്, നിങ്ങൾക്ക് ഇലക്ഷനിൽ നിൽക്കാൻ എന്തെങ്കിലും ടിപ്സ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചോട്ടോ എന്ന് അദ്ദേഹം പറയാണ്. അതിനുശേഷം നായികയും മകളും വീട്ടിൽ വന്ന് ഇവർക്കൊരു വടവിഭവങ്ങൾ നൽകുന്നു. അതൊക്കെ വളരെ അഹങ്കാരത്തോടെ കാലിൽ മേൽ കാലും കയറ്റി വെച്ചിട്ടാണ് ഇവർ കഴിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീട് കംഫർട്ടബിൾ അല്ലെങ്കിൽ അടുത്തുള്ള 5 സ്റ്റാർ ഹോട്ടലിൽ വേണമെങ്കിൽ താമസിക്കാം എന്ന് പല്ലവി പറയുമ്പോൾ, അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇതുപോലുള്ള വീട്ടിൽ താമസിക്കുന്നത് ഇഷ്ടമാണ് എന്നിവർ പറയുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്ന ഇവർക്കായി അന്ന് രാത്രി ഇവരുടെ വീട്ടിൽ ഒരു കലാപരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനായി നാട്ടുകാരെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ആ പ്രദേശത്ത് ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്. എപ്പോൾ നോക്കിയാലും ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ടേയിരിക്കും. ആ വീഡിയോ അവിടെയുള്ള യുവാക്കൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അത് കണ്ട് അവരും സൂപ്പർ വീഡിയോ കിട്ടിയിട്ടുണ്ടാ, ഇതിപ്പോ തന്നെ എഡിറ്റ് ചെയ്ത് സ്ക്രീനിൽ കാണിക്കാം എന്ന് പറയുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അവിടെ പാട്ടും ഡാൻസും ഒക്കെ തുടങ്ങുന്നു. നായിക പല്ലവി തകർപ്പൻ ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരും താഴെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റേജിൽ കയറി അവിടുത്തെ കുട്ടികളൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ആ പെൺകുട്ടി വന്ന്, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും വീഡിയോ എടുത്തിട്ടുണ്ട്, അതിപ്പോൾ എഡിറ്റ് ചെയ്ത് പ്ലേ ചെയ്യാൻ പോവാണ് എന്ന് പറയാണ്. നാട്ടുകാരുടെ ഓരോ വീട്ടിലും അവൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവിടെ പ്ലേ ചെയ്തപ്പോൾ അതിൽ നമ്മുടെ നായികയുടെ വീടും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതും അവിടെ പ്ലേ ആവുന്നുണ്ട്. അതിലാണ് നായികയും മകളും തമ്മിലുണ്ടായ വഴക്കിനിടയിൽ എനിക്ക് പുരുഷന്മാരെയല്ല സ്ത്രീകളെയാണ് ഇഷ്ടം എന്ന് നായിക പറഞ്ഞതും സ്ക്രീനിൽ കാണിക്കുന്നത്. അത് നാട്ടുകാർ മുഴുവനും കാണുന്നുണ്ട്. കണ്ട് എല്ലാവരും ഞെട്ടാണ്. പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് വന്ന ഈ ബന്ധുക്കളും ഇത് കണ്ട് തരിച്ചിരിക്കുകയാണ്. എന്താണിത്, നല്ല കുടുംബമാണെന്ന് കരുതി വിവാഹം നിശ്ചയിക്കുമ്പോൾ ഈ കുടുംബത്തിലെ മെയിൻ ആള് തന്നെ ഇങ്ങനെയാണല്ലോ, ഇതറിഞ്ഞാൽ നമ്മുടെ അമേരിക്കയിലെ ഇലക്ഷന് പോലും നിൽക്കാൻ സമ്മതിക്കില്ലല്ലോ, എന്ത് ചെയ്യും എന്നോർത്ത് അവർക്കൊരു വല്ലായ്മ ആവുന്നുണ്ട്. അവിടെ നിന്നും അവരിറങ്ങിപ്പോവാണ്. ഇപ്പോൾ അവിടുത്തെ യുവാക്കളും ഈ കുടുംബത്തോട് നല്ല രീതിയിൽ പകരം വീട്ടി എന്ന് വിചാരിക്കുകയാണ്. കട്ട് ചെയ്യുമ്പോൾ മനോഹറിനെ കാണിക്കുകയാണ്. ആരാണ്? നമ്മുടെ നായികയുടെ ഭർത്താവ്. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അവൾ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞതായിരിക്കും എന്ന് മാത്രമാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ തേജസ്സും.
അവൻ കരുതുന്നത് അമ്മ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞതാണെന്നാണ്. ഇതിനെല്ലാം കാരണം എൻ്റെ അനിയത്തിയാണ്, അവളാണ് ആവശ്യമില്ലാത്തവർക്ക് സപ്പോർട്ട് ചെയ്ത് അമ്മയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത് എന്നവൻ അനിയത്തിയെ വഴക്ക് പറയാണ്. എന്നാൽ മകൾ താര മാത്രം അമ്മ മനസ്സിൽ നിന്നാണ് ഇത് പറഞ്ഞതെന്നും ഇതെല്ലാം സത്യമാണെന്നും വിശ്വസിക്കുന്നു. ഇങ്ങനെ ഈ വീട്ടിലൊരു വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് രാത്രി ഇവരുടെ വീട്ടിലേക്ക് 3 പേര് വരുന്നത്. അവരാരാണെന്ന് വെച്ചാൽ ഈ മനോഹർ ഉണ്ടല്ലോ, നായികയുടെ ഭർത്താവ്, അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്താണ്. ഉറ്റ സുഹൃത്ത് എന്ന് പറയുന്നതിനേക്കാൾ ഒരു അനിയൻ എന്ന് പറയാം. കാരണം അത്രത്തോളം ഒരുമിച്ചാണ് ചെറുപ്പം മുതൽ അവർ വളർന്നത്. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ കാഞ്ചൻ എന്നൊരു സ്ത്രീയുമായി ഈ കല്യാണം കഴിയുന്നവരെ ഞങ്ങൾ ഈ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു വരികയാണ്. നേരത്തെ തന്നെ വീട്ടിലൊരു പ്രശ്നം നടക്കുകയാണല്ലോ. ഇതിൻ്റെ ഇവരും കൂടെ വന്ന് അതിൽ എണ്ണ ഒഴിക്കുന്ന പോലെ വളരെ ജോളിയായി സംസാരിക്കുകയാണ്. അതുപോലെ ആ കാഞ്ചൻ എന്ന സ്ത്രീ ഉണ്ടല്ലോ, അവർക്കും നമ്മുടെ പല്ലവിക്കും തുടക്കം മുതലേ യാതൊരു അടുപ്പവുമില്ല. രണ്ടുപേരും മുഖത്ത് നോക്കി സംസാരിക്കുന്നത് പോലുമില്ല. കട്ട് ചെയ്താൽ ഇപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ് കാണിക്കുന്നത്. അവിടെ ഈ ബോബും പാമും ഈ വീട്ടിൽ താമസിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ അപമാനത്തോടെ 5 സ്റ്റാർ ഹോട്ടലിൽ വന്ന് റൂം എടുക്കുന്നു. അവിടെ വെച്ച് ഈ ബോബ് നമുക്ക് ഈ ബന്ധം വേണ്ട, ഇപ്പൊ തന്നെ ക്യാൻസൽ ചെയ്തേക്കാം, കാരണം ആ പയ്യന്റെ അമ്മ തന്നെ ഇങ്ങനെയായിരിക്കുമ്പോൾ ഇതൊക്കെ അമേരിക്കയിൽ അറിഞ്ഞാൽ എന്നെ മേയർ ഇലക്ഷനിൽ നിൽക്കാൻ സമ്മതിക്കില്ല, വേഗം മകളെയും കൂട്ടി നാട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ തേജസ് വരുന്നത്. അയ്യോ അച്ഛാമ്മേ, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എൻ്റെ അമ്മ ദേഷ്യത്തിലാണ് അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ഇതൊന്നും മനസ്സിൽ വെച്ച് കല്യാണം ക്യാൻസൽ ചെയ്യരുത്, നമുക്കിതൊക്കെ സംസാരിച്ച് തീരുമാനിക്കാം എന്ന് പറയുന്നു. എന്നാൽ അവരത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോഴാണ് അവരുടെ മകൾ വന്നിട്ട്, അച്ഛാ കുറച്ചൊന്നും സമാധാനപ്പെട്, ഞാൻ ഇവനെ ജീവന് തുല്യം സ്നേഹിക്കുകയാണ്, അവനൊരു സമയം കൊടുക്ക്, അവൻ അവൻ്റെ അമ്മ അങ്ങനെയുള്ള ആളാണെന്ന് തെളിയിക്കും എന്ന് പറഞ്ഞ് കുറച്ച് സമയം ചോദിക്കുകയാണ്. ഇവിടെ വീട്ടിൽ പല്ലവിയുടെ അടുത്ത് അവളുടെ മകൾ വന്നിട്ട്, അമ്മ എന്നോട് പറഞ്ഞത് സത്യമല്ലേ? അമ്മ ദേഷ്യത്തിലല്ലല്ലോ പറഞ്ഞത്, ഞാൻ അമ്മയുടെ കണ്ണുകളിൽ ആ സത്യം കണ്ടു അമ്മേ, സത്യം പറ, അമ്മയ്ക്ക് പെൺകുട്ടികളെയല്ലേ ഇഷ്ടം എന്ന് ചോദിക്കുകയാണ്. ദയവ് ചെയ്ത് നീ ഇവിടുന്ന് പോകുന്നുണ്ടോ? ആവശ്യമില്ലാത്ത കുഴപ്പങ്ങൾ കാരണം ഇപ്പൊ ഈ കുടുംബം തന്നെ ആകെ പ്രശ്നത്തിലാണ്, ഇതിൽ കൂടുതൽ എണ്ണ ഒഴിക്കരുത് എന്നവർ പറയാണ്. ഇവിടെ താര ഒരു പയ്യനെ സ്നേഹിക്കുന്നുണ്ട്. ആ പയ്യനോടും ഇതെല്ലാം പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട് അവൾ. ഇപ്പോ ആ അസോസിയേഷനുള്ളിൽ നിൽക്കുന്ന ആ വീഡിയോ എല്ലായിടത്തും ലീക്ക് ആവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നായിക എനിക്ക് പെൺകുട്ടികളെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ വാക്കുകൾ എല്ലാവരുടെയും മൊബൈലിലേക്കും എത്തുകയാണ്. ഇപ്പോൾ ആ ഏരിയയിലുള്ള മറ്റു സ്ത്രീകളുണ്ടല്ലോ, അവരിപ്പോൾ നായികയെ നോക്കുന്നതും സംസാരിക്കുന്നതും തന്നെ നിർത്തുകയാണ്. അവരിൽ നിന്നും ഡാൻസ് പഠിക്കാൻ പോലും വരുന്നില്ല. നാട്ടുകാരായ യുവാക്കളെല്ലാം നായികയെ ഭയങ്കരമായി കളിയാക്കുകയാണ്. പ്രധാനമായും നായികയുടെ ഭർത്താവ് മനോഹറിനെ കുറിച്ച് അവിടുത്തെ ബോർഡുകളിലൊക്കെ വളരെ മോശമായി എഴുതി വെക്കുന്നു. പക്ഷെ ഇത്രയൊക്കെ നടന്നിട്ടും നായികയുടെ ഭർത്താവ് മനോഹർ തന്റെ ഭാര്യയോട് നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്നൊരു വാക്കുപോലും ചോദിച്ചിട്ടില്ല. ഇപ്പോൾ നായികയുടെ വീട്ടിൽ ചില ബന്ധുക്കൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതായത് മനോഹറിന്റെ അനിയനെ പോലുള്ള ആൾ, അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ മനഃപൂർവ്വം വീട്ടിൽ വന്ന് ഞങ്ങളെ വെറുപ്പിക്കുകയാണോ എന്ന രീതിയിൽ അവരെ നോക്കുകയാണ്. ഇവിടെ നായികയുടെ മകൾ താര, അവളൊരു കമ്മ്യൂണിറ്റിയിലുണ്ടല്ലോ, അവിടെയുള്ളവരോടെല്ലാം തന്റെ അമ്മയെക്കുറിച്ചുള്ള സത്യം പറയുന്നു. അവരും നിന്റെ അമ്മയ്ക്ക് സഹായം വേണം, നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. മറുവശത്ത് മനോഹറിന് അദ്ദേഹത്തിന്റെ അസോസിയേഷനിൽ നിന്നും കുറച്ച് പ്രഷർ വരുന്നുണ്ട്. നിങ്ങളുടെ ഭാര്യ അവരുടെ ജെൻഡർ മറച്ചു വെച്ചിട്ടാണ് ഇത്രയും വർഷം ജീവിച്ചത്, അതുപോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ ഈ നാട് നോക്കും? അതുകൊണ്ട് നിങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണം എന്ന് പറഞ്ഞ് അവിടുത്തെ യുവാക്കളെല്ലാം കൊടിയും പിടിച്ച് വരികയാണ്. ഒരു ദിവസം വലിയ മഴ പെയ്യുന്നു. അപ്പോൾ നമ്മുടെ തേജസിന്റെ കാമുകി സ്വന്തം അച്ഛനെയും അമ്മയും വിട്ട് നേരെ ഇവരുടെ വീട്ടിലേക്ക് ഓടി വരികയാണ്. എന്തു പറ്റി മോളെ എന്ന് നായിക പക്വതയോടെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല, ഞാൻ ഒരുപാട് നിർബന്ധിച്ചു നോക്കി, ഞാൻ സമ്മതിക്കണമെങ്കിൽ ഒരു ടെസ്റ്റ് എടുക്കണം എന്ന് അദ്ദേഹം പറയുന്നു. അതും നിങ്ങളെ വെച്ചിട്ടാണ് അദ്ദേഹം ടെസ്റ്റ് എടുക്കാൻ പറയുന്നത്, അത് ചെയ്താൽ വേണമെങ്കിൽ അദ്ദേഹം സമ്മതിക്കാം എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ ഒരു ടെസ്റ്റ് നിങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്നത് വലിയ പാപമാണ്, വേണ്ട, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നത്. അയ്യോ നീ എന്തിനാ മോളെ ഇത്രയും വലിയ ത്യാഗമൊക്കെ ചെയ്യുന്നത്? എൻ്റെ പയ്യനില്ലാതെ നിനക്കും ജീവിക്കാൻ കഴിയില്ല, നീ ഇല്ലാതെ അവനും ജീവിക്കാൻ കഴിയില്ല, നിങ്ങളെ ഒന്നിപ്പിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് ടെസ്റ്റിനും ഞാൻ തയ്യാറാണ്. എന്താണ് ആ ടെസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഒരു യന്ത്രമുണ്ട്, അത് സത്യം കണ്ടുപിടിക്കും. അങ്ങനെ അച്ഛൻ ആ യന്ത്രം വെച്ച് നിങ്ങൾ സത്യമാണോ കള്ളാണോ പറയുന്നതെന്ന് കണ്ടുപിടിക്കാൻ ആ ടെസ്റ്റ് എടുക്കാൻ വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നായികയുടെ മുഖം മാറാണ്. അവരിപ്പോൾ ആ ടെസ്റ്റ് എടുത്താൽ ശരിക്കും അവർക്ക് പെൺകുട്ടികളെയാണ് ഇഷ്ടമെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവും. എന്നാൽ തേജസ് പറയുന്നുണ്ട്, ഇത് ശരിയാണമ്മേ, അമ്മ ഈ ടെസ്റ്റ് എടുക്ക്, അപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെട്ട് പറഞ്ഞതാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പോൾ നായികയ്ക്കും എന്ത് തീരുമാനം എടുക്കണം എന്നറിയാതെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ മനോഹർ ഉണ്ടല്ലോ, അദ്ദേഹം തന്റെ സുഹൃത്തായ സ്വന്തം അനിയനെ പോലെ കരുതുന്ന ആ വ്യക്തിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ അനിയൻ ഞെട്ടിക്കുന്ന ഒരു സംഭവം മനോഹറിനോട് പറയുന്നത്. എന്റെ ഭാര്യ കാഞ്ചൻ ഈ അവസ്ഥയിലും നിങ്ങളുടെ വീട്ടിൽ വന്ന് ആടിപ്പാടി നടക്കുന്നത് കണ്ട് നീ അവളെ വഴക്ക് പറഞ്ഞില്ലേ? അവൾ അങ്ങനെ ഇരിക്കുന്നതിന് കാരണം എന്താണെന്ന് അറിയാമോ? എന്റെ ഭാര്യ കാഞ്ചന് ക്യാൻസറാണ്, അവളെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജീവിച്ചിരിക്കുന്ന കാലം സന്തോഷമായിരിക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഈ നാളുകളിൽ ഞാൻ അവളോടൊപ്പം വളരെ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നു.
ഇത് കേൾക്കുമ്പോൾ മനോഹരനും സങ്കടാവുന്നുണ്ട്. ശരി, നീ ഭാര്യയോടൊപ്പം സന്തോഷത്തിലാണല്ലോ, നിന്റെ ഭാര്യയെക്കുറിച്ച് ഒരുപാട് പേര് തെറ്റായി സംസാരിക്കുന്നുണ്ടല്ലോ, അതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. ഏയ്, അതൊന്നും സത്യമല്ലടാ. അവൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് അവൾക്കൊപ്പം ഞാൻ 2 കുട്ടികൾക്ക് ജന്മം നൽകുന്നത്? അവൾക്ക് എന്നെ വളരെ ഇഷ്ടമാണ് എന്ന് പറയാണ്. ശരി, നീ നിന്റെ ഭാര്യയുമായി അവസാനമായി എപ്പോഴാണ് ഒരുമിച്ചുണ്ടായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ 2011 എന്ന് പറഞ്ഞതും ഇദ്ദേഹം ഞെട്ടാണ്. എടാ, 15 വർഷമായി ഒന്നിച്ചല്ലേ? എന്താടാ ഈ പറയുന്നത്? നേരെ മെഡിക്കൽ ഷോപ്പിലേക്ക് പോ, ഞാൻ പറയുന്ന ഒരു ഗുളിക വാങ്ങിക്കഴിക്കേ, എന്നിട്ട് നിന്റെ ഭാര്യയോടൊപ്പം സന്തോഷമായിട്ടിരിക്കെ. അങ്ങനെ നീ ഇരുന്നാ മതി, നിനക്ക് വേറൊരു പ്രശ്നവും വരില്ല എന്ന് പറഞ്ഞ ഐഡിയ കൊടുക്കുകയാണ്. ഇവിടെ രാത്രി നായിക വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ മകൻ തേജസ് വന്നിട്ട് അവൾ പറഞ്ഞ ആ ടെസ്റ്റ് എടുക്കാനും അങ്ങനെ ചെയ്താൽ നമുക്കൊന്നും പ്രശ്നം വരില്ലെന്നും പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ നായിക ആ ടെസ്റ്റ് എടുക്കാമെന്ന് സമ്മതിക്കുന്നു. അതുകൊണ്ട് മുടങ്ങിപ്പോയ ആ വിവാഹ നിശ്ചയം ഇപ്പോൾ നടത്താമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ആ വിവാഹ നിശ്ചയം നല്ല രീതിയിൽ അവസാനിക്കുന്നു. അങ്ങനെ നിശ്ചയമെല്ലാം കഴിഞ്ഞ് വലിയവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നായിക അവരുടെ ഭർത്താവ് മനോഹറിനോടൊപ്പം നിൽക്കുമ്പോൾ അവിടുത്തെ ആ ബന്ധുക്കൾ പറയുന്നുണ്ട്, ഇപ്പോഴും നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. ആ ടെസ്റ്റ് അവർ എപ്പോൾ പൂർത്തിയാക്കുന്നു അപ്പോൾ മാത്രമേ ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കൂ. ഇത് ഓപ്പണായി പറയുമ്പോൾ നായികയ്ക്ക് വല്ലാത്തൊരു സങ്കടമാവുന്നുണ്ട്. എന്റെ വാക്കുകൾ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ പറയുന്ന ടെസ്റ്റ് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തോളാം. കുറച്ചു നേരം ഞാൻ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞ് അവരവിടെ നിന്നും ആ ടെറസിലേക്ക് പോവാണ്. അപ്പോഴാണ് നമ്മുടെ നായികയെ കാണാൻ കാഞ്ചൻ എന്ന ആ സ്ത്രീ വരുന്നത്. എന്താ ഇവിടെ നടക്കുന്നത് നിനക്ക് ചുറ്റും? ഞാൻ കുറച്ച് വർഷമായി നിന്നോട് മിണ്ടാതിരിക്കുന്നതുകൊണ്ട് നീ എന്നെ മൊത്തമായി അങ്ങ് മറന്നോ? എന്നോടൊന്നും ഷെയർ ചെയ്യാറില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അവർ രണ്ടുപേരും ആരാണെന്ന് കാണിക്കുന്നത്. നമ്മുടെ നായിക 25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പെൺകുട്ടി വേറെ ആരുമല്ല, ഈ കാഞ്ചനാണ്. ഒരു ഉത്സവത്തിൽ വെച്ച് ഇവർ രണ്ടുപേരും അവരുടെ പ്രണയം പരസ്പരം പങ്കുവച്ച് സന്തോഷമായിരുന്നവരാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ ആ കാലത്ത് ഇത്തരം പ്രണയങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ കുടുംബത്തിൽ തന്നെ ആ സ്ത്രീകൾ എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ട് അത് പുറത്തു പറയാൻ കഴിയാതെ രണ്ടുപേരും ഈ മനോഹരനെയും അദ്ദേഹത്തിന്റെ അനിയനെ പോലുള്ള ആളെയും വിവാഹം കഴിച്ച് ഇങ്ങനൊരു ജീവിതത്തിലേക്ക് വന്നവരാണ്. അതെല്ലാം ആ രാത്രിയിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ സംസാരിക്കുന്നത് മുഴുവൻ ഇപ്പോൾ നമ്മുടെ നായികയുടെ മകനായ തേജസ് കേൾക്കുന്നുണ്ട്. അന്ന് അമ്മ ദേഷ്യത്തിലാണ് പറഞ്ഞതെന്ന് കരുതിയ തേജസ്സിന് ഇപ്പോൾ അമ്മ സത്യമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാകുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാവുന്നു. ഇവിടെ നിന്നും തേജസ് വീട്ടിലെല്ലാവരോടും വളരെ ദേഷ്യത്തോടെയാണ് പെരുമാറുന്നത്. അതേസമയം ഇവിടെ മനോഹർ നേരെ മെഡിക്കൽ ഷോപ്പിൽ പോയി തന്റെ സുഹൃത്ത് പറഞ്ഞു കൊടുത്ത ഐഡിയ അനുസരിച്ച് ആ ഗുളിക വാങ്ങാണ്. ഇപ്പൊ തേജസ് വിചാരിക്കുകയാണ് ആ ടെസ്റ്റ് നടന്നാൽ തീർച്ചയായിട്ടും അമ്മയോടെ പിടിക്കപ്പെടും, അമ്മ ആരാണെന്ന് ലോകത്തിന് മുഴുവൻ തെളിവോടെ മനസ്സിലാകുമെന്നും ചിന്തിക്കുകയാണ്. അതുകൊണ്ട് അത് നടക്കാൻ പാടില്ലെന്ന് അവൻ തീരുമാനിക്കുന്നു. നേരെ കാമുകിയുടെ അടുത്ത് വന്നിട്ട് ആ ടെസ്റ്റ് നടക്കാൻ പാടില്ല, എൻ്റെ അമ്മ ആ ടെസ്റ്റ് എടുക്കില്ല എന്ന് പറയുമ്പോൾ കാമുകിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അന്ന് എടുക്കാമെന്നാണല്ലോ പറഞ്ഞത്, ഇന്ന് വേണ്ടെന്നാണ് പറയുന്നത്. അത് ഉറപ്പ് പറഞ്ഞുകൊണ്ടല്ലേ നമ്മുടെ നിശ്ചയം വരെ നടന്നത്. ഇപ്പൊ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ എന്തു പറയും? ഇങ്ങനെ മാറ്റി മാറ്റി സംസാരിച്ചാൽ നമ്മൾ എങ്ങനെ ഒരുമിച്ച് ജീവിക്കും എന്നൊക്കെ പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇപ്പോൾ തേജസിനും അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ നായിക പല്ലവി തന്റെ മകൾ താരയോടൊപ്പം നേരെ ആ കമ്മ്യൂണിറ്റിയുടെ അടുത്തേക്ക് പോവാണ്. അവിടെ അവൾക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ, അവരോടെല്ലാം തൻ്റെ അമ്മ ആരാണെന്നുള്ള സത്യം പറഞ്ഞ് അമ്മയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നാൽ അവരുമായി സംസാരിക്കാൻ നമ്മുടെ നായികയ്ക്ക് താല്പര്യമില്ലെന്നും താൻ സ്വന്തമായി ആഗ്രഹിക്കുമ്പോൾ വന്ന് സംസാരിക്കാമെന്നും പറഞ്ഞ് അവരവിടെ നിന്നും മടങ്ങുന്നു. ഒരു ദിവസം തേജസ് അമ്മയുടെ അടുത്ത് വന്നിട്ട്, നമ്മൾ നാളെ രാവിലെ ഒരു അമ്പലത്തിൽ പോകാൻ പോവാണ്, പുലർച്ചെ തന്നെ ഇറങ്ങണം, വീട്ടുകാരറിയാതെ നമുക്ക് അമ്പലത്തിൽ പോകണം എന്ന് പറയുന്നു. അങ്ങനെ അവർ പ്ലാൻ ചെയ്തതുപോലെ പുലർച്ചെ തന്നെ ഇറങ്ങി പുറത്തേക്ക് വരികയാണ്. പുറത്തു വരുമ്പോൾ അവിടെ കുടുംബം മുഴുവൻ റെഡിയായി നിൽക്കുന്നുണ്ട്. അതെ, അമ്മയെ അമ്പലത്തിൽ കൊണ്ടുപോകുന്ന കാര്യം അനിയത്തി കേട്ടതുകൊണ്ട് അവൾ അവിടെ കുടുംബത്തെ മുഴുവൻ കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൽ അമ്മായിയച്ഛനും അമ്മായിയമ്മയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായി. അങ്ങനെ ഇവരും കുടുംബത്തോടെ ആ അമ്പലത്തിൽ വന്നിറങ്ങുന്നു. അവിടെ ഒരു റോപ്പ് കാർ വഴിയാണ് മലമുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മുടെ തേജസ് തന്റെ അമ്മ പല്ലവിയും കൂട്ടി വേഗം ഫസ്റ്റ് വരുന്ന റോപ്പ് കാറിൽ തന്നെ കയറി മുന്നോട്ടേക്ക് പോകുന്നു. എന്താ മോനെ, അമ്പലം ഇവിടെയാണല്ലോ, അതിനെ മറികടന്ന് നീ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ അമ്മയെ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ ഒരു സന്യാസി ഇരിക്കുന്നുണ്ട്. ആ സന്യാസിയുടെ അടുത്ത് ഒരുപാട് പേര് വന്ന് ചില ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നുണ്ട്. അതായത് ഒരുപാട് മാതാപിതാക്കൾ അവരുടെ മക്കളെയും കൂട്ടി അവിടെ വരുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ മകന് വേറൊരു പയ്യനെയാണ് ഇഷ്ടം, എൻ്റെ മകൾക്ക് വേറൊരു പെൺകുട്ടിയാണ് ഇഷ്ടം, അതിന് ട്രീറ്റ്മെന്റ് തരണം എന്ന് പറഞ്ഞ് ആ സന്യാസിയോട് ചോദിക്കുന്നു. ആ സന്യാസിയും എന്തൊക്കെയോ മന്ത്രങ്ങൾ പറഞ്ഞ് അവരുടെ തലയിൽ ചൂല് കൊണ്ടടിച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുട്ടികളെ കൊണ്ടുപോകുന്നു. അങ്ങനെ ഇതൊക്കെ ചെയ്താലേ അമ്മയ്ക്കുണ്ടായ ഈ മാറ്റം മാറി കിട്ടുകയുള്ളൂ എന്ന് വിശ്വസിച്ചിട്ടാണ് തേജസ് അമ്മയെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കാണുന്ന നായിക പല്ലവിക്ക് അതിയായ ദേഷ്യം വരികയാണ്. എന്താടാ, എന്നെ ഇവിടെ കൊണ്ടുവന്ന് അപമാനിക്കുകയാണോ എന്ന് പറഞ്ഞ് തൻ്റെ മകനോട് വല്ലാതെ ദേഷ്യപ്പെടുന്നു. ഞാനാണോ അമ്മയെ അപമാനിക്കുന്നത്? അമ്മയാണ് ഈ കുടുംബത്തെ മുഴുവൻ അപമാനിക്കുന്നത്. ഇങ്ങനെ പോയാൽ എൻ്റെ കല്യാണം നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. അമ്മയും കാഞ്ചൻ ആൻറ്റിയും സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടമ്മേ. വിവാഹത്തിന് മുൻപ് തന്നെ കാഞ്ചൻ ആൻറ്റിയുമായി അമ്മയ്ക്ക് ബന്ധമുണ്ടായിരുന്നുവെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ ഹൃദയം തന്നെ തകർന്നു പോയി അമ്മ എന്തെങ്കിലും ചെയ്യ്, പക്ഷെ എൻ്റെ കല്യാണം നടന്നേ തീരൂ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോവാണ്.
ഇപ്പോൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞതിന് ശേഷം അടുത്തുള്ള ഒരു കോട്ട പോലുള്ള സ്ഥലത്ത് വന്ന് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അവിടെ കാഞ്ചൻ, അവരുടെ ഭർത്താവ് മനോഹർ, ബോബ്, ഭാര്യ പാം തുടങ്ങിയ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോഴാണ് പാമിന് സത്യമായിട്ടും പല്ലവിക്ക് സ്ത്രീകളെയാണോ ഇഷ്ടം എന്നൊരു സംശയം വരുന്നത്. അതുകൊണ്ട് പല്ലവിയുടെ സുഹൃത്തായ കാഞ്ചനോട് അത് ചോദിക്കാൻ വരുന്നു. എന്നാൽ കാഞ്ചൻ മറുപടി പറയുന്നതിന് മുമ്പ് അവിടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അതേസമയം ഇവിടെ മനോഹർ അറിയാതെ BP ഗുളിക കഴിക്കുന്നതിന് പകരം അന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഗുളിക കഴിക്കുകയാണ്. അത് കാരണം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ വരുന്നു. അതിൽ അദ്ദേഹം കൈയോടെ പിടിക്കപ്പെടുകയും ചെയ്യാണ്. അയ്യോ, എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ എന്ന് കരുതി പെണ്ണുങ്ങൾ നിങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പായി റോപ്പ് കാറിൽ പോ, ആണുങ്ങളൊക്കെ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ആണുങ്ങളുടെ കൂടെ അദ്ദേഹം താഴേക്ക് പോകുന്നു. ഇപ്പോൾ ആ റോപ്പ് കാറിൽ നമ്മുടെ നായിക പല്ലവിയും അവരുടെ സുഹൃത്ത് കാഞ്ചനും പിന്നെ പാമും അവർ 3 പേരും മാത്രം പോവാണ്. അപ്പോഴാണ് പാം തന്റെ മനസ്സിലുള്ള ആ ചോദ്യം വളരെ ഓപ്പണായി പല്ലവിയോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ശരിക്കും സ്ത്രീകളെയാണോ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ പല്ലവിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. ഇപ്പൊ എന്തിനാ ആവശ്യമില്ലാതെ ഇതൊക്കെ സംസാരിക്കുന്നത്? കല്യാണം നല്ല രീതിയിൽ നടക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തിനിങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഞാൻ സാധാരണയായി ചോദിച്ചാണ്. അതെങ്ങനെ ഒരു പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ കഴിയുന്നത്? അത് ഓർക്കുമ്പോൾ തന്നെ ഒരു വല്ലായ്മ തോന്നുകയാണ് എന്ന് പറഞ്ഞ് വളരെ മോശമായി സംസാരിക്കുന്നു. ഇതെല്ലാം പല്ലവിയുടെ സുഹൃത്തായ കാഞ്ചനും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ പല്ലവിയോട്, നിങ്ങൾ വേഗം വന്ന് ആ ടെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്, അപ്പോഴാണ് നിങ്ങളുടെ ജെൻഡർ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്ന് പാം പറയാണ്. ഇതും കാഞ്ചന് കേൾക്കുന്നുണ്ട്. എന്ത് ടെസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ആ സത്യം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റിനെ കുറിച്ച് അവർ പറഞ്ഞതും കാഞ്ചന് ദേഷ്യം വരികയാണ്. ഇവളെന്താ കുറ്റവാളിയാണോ? ഇവളെ കൊണ്ടുപോയി നിങ്ങൾ എത്രയും മോശമായ ടെസ്റ്റാണ് എടുക്കുന്നത്, നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഒരു പെൺകുട്ടി ഒരു പയ്യനെ ഇഷ്ടപ്പെടുന്നതും ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നതും അവളുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് ഒരു പയ്യന്റെ കാര്യത്തിലും. അത് വെച്ച് ഇവർ അങ്ങനെയുള്ളവരാണ് ഇങ്ങനെയുള്ളവരാണ് എന്ന് വിലയിരുത്തുന്നത് എത്രമാത്രം മോശമായ കാര്യമാണെന്ന് അറിയാമോ എന്ന് ചോദിച്ച് പല്ലവിയെ സപ്പോർട്ട് ചെയ്ത് സുഹൃത്ത് കാഞ്ചൻ സംസാരിക്കുന്നു. മാത്രമല്ല പാമിനെ നന്നായി ശകാരിക്കുകയും ചെയ്യുന്നു. ഏയ് പാം, നീ ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ, നിന്റെ ഭർത്താവ് ആ ബോബ് എത്ര മോശക്കാരനാണെന്ന് നിനക്കറിയാമോ? ഈ വീട്ടിൽ വന്നത് മുതൽ എന്നോട് തന്നെ ആ ബോബ് വളരെ മോശമായി സംസാരിച്ചിട്ടുണ്ട്, എന്നെ വല്ലാതെ നോക്കിയിട്ടുണ്ട്. സ്വന്തം ഭർത്താവിനെ പോലും നിന്റെ കയ്യിൽ ഒതുക്കാൻ നിനക്ക് കഴിയുന്നില്ല. എന്നിട്ടാണോ നീ അടുത്തവരുടെ ജീവിതത്തിൽ തലയിടുന്നത്? നിനക്ക് നാണല്ലേ? ആലോചിച്ച് നോക്ക് പാം. നിന്റെ ഭർത്താവിന് നീ ഒരടിമയെ പോലെയും PA പോലെയുമാണ് കൂടെ നിൽക്കുന്നത്. അയാൾ പറയുന്നതിനെല്ലാം നീ താളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളുടെ ഭർത്താവിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും തുറന്നടിക്കുന്നു. ഇത് കേൾക്കുന്ന പാമിനും വല്ലാത്തൊരവസ്ഥയാവുന്നു. അപ്പോഴാണ് അവളെക്കുറിച്ച് അവൾ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നത്. സത്യത്തിൽ ഞാൻ ഭർത്താവിനോടൊപ്പം സന്തോഷമായിട്ടാണോ ജീവിക്കുന്നത്? എൻ്റെ ഭർത്താവ് ആ ബോബ് നമ്മളോട് സത്യസന്ധനാണോ എന്നിങ്ങനെ അവൾക്കും ഒരാശയക്കുഴപ്പം ഉണ്ടാവുകയാണ്. ഇപ്പോൾ റോപ്പ് കാറിൽ നിന്നും താഴെ ഇറങ്ങുമ്പോൾ ഈ മനോഹർ ആ ഗുളിക കഴിച്ചതുകൊണ്ട് പ്രശ്നമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. അപ്പോഴാണ് തൻ്റെ ഭാര്യയോട്, നിന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയല്ലേ ഞാൻ ആ ഗുളികകളെല്ലാം കഴിച്ചത്, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ, നീ ഇനി എന്നെ സ്നേഹിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് നായിക മനസ്സിലുള്ള സത്യം പറയുന്നത്. ഞാൻ തുടക്കം മുതൽ നിങ്ങൾക്കൊപ്പം ഒരു താല്പര്യവും ഇല്ലാതെയാണ് ഈ വിവാഹ ജീവിതം നയിക്കുന്നത്. അതെ, അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് സത്യമാണ്. ഞാൻ നിങ്ങൾക്കൊരു നല്ല ഭാര്യയായിരിക്കാം, മനസ്സുകൊണ്ട് എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ്. എന്നാൽ നിങ്ങളോടൊപ്പം ശാരീരികമായി ബന്ധപ്പെടുന്നത് ഇതുവരെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് അവർ പറയുന്നു. ഇത് കേട്ട ഭർത്താവ് മനോഹർ തകർന്നു പോവാണ്. ആ രാത്രി അദ്ദേഹം തനിച്ചാണ് കിടന്നുറങ്ങുന്നത്. ഇനി ഈ കള്ളസ്നേഹമൊന്നും എന്റെ മുന്നിൽ കാണിക്കരുത് എന്ന് തന്റെ ഭാര്യയോട് അദ്ദേഹം പറയുന്നു. ഇതിൽ പല്ലവിക്ക് വല്ലാതെ സങ്കടാവുന്നുണ്ട്. പല്ലവി കുറച്ച് സംസാരിക്കാന്ന് കരുതി സുഹൃത്ത് കാഞ്ചന്റെ റൂമിൽ വരുമ്പോൾ അവിടെ കാഞ്ചന്റെ മുടിയെല്ലാം കൊഴിഞ്ഞു പോയ അവസ്ഥയിലാണുള്ളത്. അവർക്ക് നേരത്തെ ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് അവരുടെ ഈ അവസ്ഥയ്ക്ക് കാരണം. അതും ഇപ്പോൾ പല്ലവി നേരിൽ കാണാണ്. കൂട്ടുകാരി കാഞ്ചന്റെ അവസ്ഥ കണ്ട് അവള് പൊട്ടിക്കരയാണ്. എങ്ങനെയെങ്കിലും തന്റെ മകന്റെ കല്യാണം നടത്തി കൊടുക്കാമെന്ന് പല്ലവി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ആ ടെസ്റ്റ് എടുക്കാൻ അവർ പൂർണ്ണമായും സമ്മതിക്കുന്നു. ഇപ്പോൾ തന്റെ മകനോടൊപ്പം അവര് പോവാണ്. പോകുന്ന വഴിയിൽ അവരുടെ മകൾ താര വന്ന് തടയുമ്പോൾ, ഇതെന്റെ തീരുമാനമാണ്, ഞാൻ പോയി ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് ആ ടെസ്റ്റ് എടുക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ അവളുടെ ശരീരത്തിൽ ഒരുപാട് വയറുകൾ ഘടിപ്പിച്ച് ആ യന്ത്രം വെച്ച് ഇപ്പോൾ നായിക കള്ളമാണോ സത്യമാണോ പറയുന്നതെന്ന് കണ്ടുപിടിക്കാൻ ആ അമേരിക്കക്കാർ ശ്രമിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾ ഒറ്റ വാക്കിൽ മറുപടി പറയണം. അത് ശരിയായ ഉത്തരമാണോ അല്ലയോ എന്ന് ഈ യന്ത്രം കാണിച്ചു തരും എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കുകയാണ്. ആദ്യം അവർ പല്ലവി എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടമാണോ എന്ന് ആ ബോബ് ചോദിക്കുന്നുണ്ട്. പല്ലവി ഇല്ല എന്ന് പറയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നിപ്പോൾ ബോബ് ചോദിക്കുമ്പോൾ അവരും ഇല്ല എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഭർത്താവിനൊപ്പം ജീവിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും അടുത്തുള്ള തേജസ്സിന് ദേഷ്യം വരുന്നു. എന്താങ്കിൽ ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ചോദിച്ചതിന് മാത്രം ഉത്തരം പറയണം എന്ന് പറയുന്നു. ഉടനെ നായികയും വളരെ ഓപ്പൺ ആയിട്ട് ഇല്ല എന്ന് പറയുന്നു. നിങ്ങളുടെ ഭർത്താവിനെ അല്ലാതെ വേറെ ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇവരും ഇല്ല എന്ന് പറയാണ്. ഇപ്പോഴാണ് ഓപ്പണായ അയാൾ ചോദിക്കുന്നത്, നിങ്ങളൊരു ലെസ്ബിയൻ ആണോ? നായിക അവിടെ ഒന്നും മിണ്ടാതെ നിൽക്കാണ്. അതിന്റെ അർത്ഥം എന്താണ് എന്നിപ്പോൾ നായിക ബോബിനോട് ചോദിക്കുമ്പോൾ ബോബിന് അതിന്റെ കൃത്യമായ അർത്ഥം അറിയില്ലായിരുന്നു. അയാൾ വളരെ തെറ്റായ അർത്ഥത്തിലാണ് ആ ഉത്തരം പറയുന്നത്. അതായത് ഒരു പെൺകുട്ടി വേറൊരു പെൺകുട്ടിയുമായി ശാരീരികമായി ബന്ധപ്പെട്ടാൽ അതിനാണ് ആ പേര് എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ നായിക പറയാണ്,
ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടിയുമായും ബന്ധപ്പെട്ടിട്ടില്ല. ആ ഉത്തരവും ശരിയാണെന്ന് യന്ത്രം കാണിക്കുന്നു. അങ്ങനെ ആ ടെസ്റ്റിൽ നായിക പാസ്സാവുന്നു. എന്നാൽ ബോബിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും വളരെ മോശമായ ചോദ്യങ്ങൾ അയാൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ ബോബിന്റെ ഭാര്യ പാം അത് തടഞ്ഞു നിർത്തുന്നു. എടോ, ആദ്യം നീ നല്ലവനാണോ എന്ന് ഈ യന്ത്രം വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നിന്നെക്കുറിച്ച് ഉള്ളവരൊക്കെ വളരെ മോശമായിട്ടാണ് പറയുന്നത്. നീ എന്നോടെങ്കിലും ആദ്യം സത്യസന്ധനാണോ എന്ന് ഈ യന്ത്രത്തിൽ ഇരുന്ന് ഉത്തരം പറ എന്ന് ചോദിച്ച ഉടനെ ബോബ് പതറുന്നു. അതിനുശേഷം അവിടെ നിന്നും നമ്മുടെ നായികയോടൊപ്പം മകൻ തേജസ് ഇറങ്ങി വരുമ്പോഴാണ് അമ്മ അനുഭവിച്ച ഈ വേദനകളെ കുറിച്ചെല്ലാം അവൻ മനസ്സിലാക്കുന്നത്. അമ്മയെ ഈ ബന്ധുക്കൾ ഇത്രയും മോശമായി പരിഗണിച്ചെങ്കിൽ ഈ സമൂഹം എങ്ങനെയൊക്കെ പരിഗണിച്ചിട്ടുണ്ടാകും എന്നോർത്ത് അവൻ വല്ലാതെ വിഷമിക്കുകയാണ്. മകൻ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇവിടെ മനോഹറിനും കാര്യങ്ങൾ മനസ്സിലാവുന്നു. ഇതുവരെ നീ എനിക്കൊരു നല്ല ഭാര്യയായി തന്നെയായിരുന്നു എന്ന് അദ്ദേഹം പറയാണ്. ഇപ്പൊ ഈ മനോഹറും തേജസും രണ്ടുപേരും കൂടി താരയുടെ അടുത്ത് വന്നിട്ട് ഇതിനെക്കുറിച്ചെല്ലാം ചോദിച്ചു മനസ്സിലാക്കുന്നു. താരയും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. അടുത്ത ദിവസം രാവിലെ തേജസ് തന്റെ അമ്മയുടെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചിട്ട് നേരെ ആ പെൺകുട്ടിയുടെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് വന്ന്, നിങ്ങൾ അത്ര മോശമായിട്ടാണ് എൻ്റെ അമ്മയെ പരിഗണിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ച പോലും നോക്കിയില്ല, എനിക്ക് ഈ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് അവനത് ക്യാൻസൽ ചെയ്തിട്ട് വരികയാണ്. അതുപോലെ മനോഹറിനും തന്റെ ഭാര്യയെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് കിട്ടുന്നു. അവരിപ്പോ ആ ടെസ്റ്റിന് പോയില്ലേ, ആ ടെസ്റ്റിന്റെ റിപ്പോർട്ടാണത്. അതും അദ്ദേഹം അസോസിയേഷനിൽ പറയാണ്. എന്നാൽ ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയില്ല. കാരണം ഒരു പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ ഒരാണിന് മറ്റൊരാണിനെ ഇഷ്ടപ്പെടുന്നതും ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നതും അവന്റെ അവകാശമാണ്, അവന്റെ പേഴ്സണൽ കാര്യമാണ്. അതിനെക്കുറിച്ച് ഒരിക്കലും പൊതുവേദിയിൽ ചർച്ച ചെയ്യാൻ പാടില്ല, അതിനെ കളിയാക്കാനും പാടില്ല. നിങ്ങൾ എൻ്റെ ഭാര്യയെ എങ്ങനെ വേണമെങ്കിലും വിചാരിച്ചോളൂ. അവൾ സ്ട്രോങ് ആണ്, അവൾക്ക് എന്തും താങ്ങാൻ കഴിയും. കൂടെ നിന്ന് ഞങ്ങളും അത് സഹിച്ചോളാം. ഇനി മുതൽ എൻ്റെ ഭാര്യയെ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് വരികയാണ്. ആ റിപ്പോർട്ടും അദ്ദേഹം കത്തിച്ചു കളയാണ്. ഇപ്പോൾ ആ കുടുംബം മുഴുവൻ നമ്മുടെ നായികയെ മനസ്സിലാക്കുന്നുണ്ട്. അവരോടൊപ്പം ആ കാഞ്ചനയും മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഇവരെല്ലാവരും ചേർന്ന് അവിടെ നടക്കുന്ന ഉത്സവത്തിൽ ഡാൻസ് കളിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ തകർപ്പൻ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഇപ്പോൾ നമ്മുടെ തേജസിന്റെ കാമുകി തന്റെ അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ച് ഇവർക്കൊപ്പം വരുന്നു. ഇപ്പോൾ തേജസിനെ അവൾ മനസ്സിലാക്കുകയും നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് പ്രണയം തുറന്നു പറയുകയും ചെയ്യുന്നു. അവസാനമായി ഇവരെല്ലാവരും അവിടെ സന്തോഷമായിരിക്കുന്നതായും കാണിച്ച് നമ്മുടെ നായിക ആ കാഞ്ചനോടൊപ്പം ചേർന്ന് ഡാൻസ് കളിക്കുന്നതായും കാണിച്ചുകൊണ്ട് ഈ സിനിമയുടെ കഥ അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുത്തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.